ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. ഗൈസ്, അങ്ങനെ ഫൈനലി ഇമ്മൂടെ ഫേസ് റിവീൽ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇമ്മൂടെ ഫേസ് റിവീൽ ചെയ്യുമെന്ന്. കാരണം ലാസ്റ്റ് ചാപ്റ്ററിൽ അങ്ങനെയാണ് പറഞ്ഞ് നിർത്തിയത്. നമ്മൾ ഇമ്മു എൽബാഫിലേക്ക് വന്നെന്നും പറഞ്ഞാൽ നിർത്തിയെങ്കിൽ പോലും ഞാൻ വിചാരിച്ചത് ഓടെ എന്തെങ്കിലും ട്രിക്ക് എന്നല്ല, എന്തെങ്കിലും ചെയ്തിട്ട് ഇമ്മു എൽബാഫിലേക്ക് വരും എന്ന് പോലും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. കാരണം ഇമ്മും ലൂഫിയും ലോക്കിയൊക്കെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഫൈനൽ ബാറ്റിൽ ആ ടൈം അടുക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത്. അത് ശരിയാണ്. നമ്മുടെ വൺ പീസ് തീരാറായി പയ്യായെങ്കിൽ പോലും അറിയാമെങ്കിൽ പോലും ഇത് ഇച്ചിരി നേരത്തെയായി പോലും എനിക്ക് തോന്നിയായിരുന്നു. കാരണം അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ വൺ പീസ് കണ്ടുപിടിക്കാനുണ്ട്, ഡ്രാഗൺ, ലൂഫി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഗൈസ്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കിട്ടില്ല ലുക്കായിട്ടാണ് ഗൈസ് എനിക്ക് ഫീലായത്. ആ ഫേസ് ആണെങ്കിലും ആ ഹോണാണെങ്കിലും തലയിലത്തെ കൊമ്പാണെങ്കിലും പിന്നെ ആ കയ്യിൽ എന്തോ ഒരു ടാറ്റു അല്ല ഒരു വൈറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്നതാണെങ്കിലും പിന്നെ മറ്റേ ആ ലോങ് റേഞ്ച് ഷോട്ട് ഉണ്ടല്ലോ ഗൈസ്, ഇത് എപ്പിസോഡിൽ വരുമ്പോഴത്തെ കിട്ടില്ല സീനായിരിക്കും കേട്ടോ ഗൈസ്. കാരണം ആ ഫുൾ ഫേസ് ജസ്റ്റ് ഫേസ് ആദ്യം നന്നായിട്ട് വിസിബിൾ ആക്കിയിട്ട് ഫുൾ ബോഡി കാണിക്കില്ലല്ലോ ഗൈസ്. അതൊരു ലോങ് ഷോട്ട് പോലെയുള്ള വെച്ചേക്കണം, മാങ്കിയിൽ ചെയ്തേക്കണം. അത് വെറുതെ കിട്ടില്ല ലുക്കാട്ടെ ഗൈസ്. അതിലത്തെ ആ സോഡാണെങ്കിലും നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഒക്കെ എടുക്കുന്ന സോഡിൻ്റെ വേറെ ടൈപ്പാന്ന് തോന്നുന്നില്ല ഗൈസ്. ആ ഓവറോള് ആ ബ്ലാക്ക് ഫ്ലെയിം പോലത്തെ സാധനങ്ങളൊക്കെ വന്നേക്കുന്നതാണെങ്കിലും വെറുതെ കിട്ടില്ല ലുക്കായിട്ടാണ് ഗൈസ് എനിക്ക് ഫീൽ ആയത്. ഞാൻ ഇത്തവണ സ്പോയിലേഴ്സും കാര്യങ്ങളും അധികം കണ്ടില്ലായിരുന്നു. പക്ഷേ ഫേസ് ഏകദേശം റിവീൽ ആയിരുന്നു ഗൈസ്. കാരണം നമ്മൾ പേജസ് ഫോളോ ചെയ്യണോണ്ട് അതിൽ വരുമല്ലോ ഗൈസ്. ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ചാപ്റ്റർ സ്പോയിൽസ് നമ്മൾ ചെയ്യാൻ നോക്കണില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാറുന്ന. പക്ഷെ എനിക്കത് നന്നായി തോന്നി ഗൈസ്. കാരണം ഞാൻ സ്പോയിൽസ് കാണാത്തതുകൊണ്ട് ഫേസ് അധികം ഞാൻ പരമാവധി സ്കിപ്പ് അടിച്ചുകൊണ്ടും എനിക്ക് ഇത് കണ്ടപ്പോൾ ആ ഒരു ഇത് കിട്ടി ഗൈസ്. അടിപൊളിയായിരുന്നു. കാരണം പിന്നെ ഞാൻ വിചാരിച്ചില്ല ഗൈസ് അങ്ങനെ ഫേസ് റിവീൽ ചെയ്യുമെന്ന്. ഗൈസ്, അടുത്ത ചാപ്റ്ററിന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം എന്തിനും എങ്ങനെ നടക്കണേന്ന് ഓർത്തിട്ടേ. ലൂഫി, ലോക്കി, ഇമ്മു എന്താണ്. പിന്നെ ഗൈസ് എനിക്ക് അത് വായിച്ചപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കില്ലിങ്ങാമും സോമറൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ അവർ ഈ മുസാമ വന്നപ്പോൾ അവർ പറഞ്ഞല്ലോ അതാ മെയിനായിട്ടുള്ള ആൾ വന്നു എന്നുള്ള രീതിയിൽ പറയണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഓൾറെഡി മുസാമേനെ കുറിച്ച് അവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് 5 എൽഡേഴ്സിന് മാത്രം അറിയണ കാര്യമായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ അവരും പറയുന്നുണ്ട് അങ്ങനെ എന്തോ ഒരു ബിഗ് വൺ അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞിട്ട് പറയാണ്ട് വന്നാന്നുള്ള രീതിയിലാണ്. കാരണം ടോപ്പ് അതോറിറ്റിയാന്ന് അവർക്ക് അറിയണ പോലെ ഒരു കമൻറ്റ് പറയണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ലായിരുന്നു അവർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന്. പിന്നെ എന്താ പറയുക, ഇനി എന്തായിരിക്കുമല്ലോ ഗൈസ് എൽബാഫിൽ നടക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഓർത്തിട്ട് അടുത്ത ചാപ്റ്റർ അടുത്ത വീക്കാണെങ്കിൽ ബ്രേക്കോണ് വായിക്കാണ്ട് എങ്ങനെയെന്ന് ഓർത്തിട്ടേ. പിന്നെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ എൽബാഫാർക്ക് വന്നെയാണ് ഗൈസ്. എത്ര നാളെ 4 മാസമോ ത്തോളുള്ള കാത്തിരിപ്പാണ്. ലൂഫിയൊക്കെ എൽബാഫിലേക്ക് വന്നെയാണ്. എൻ്റെ മോനെ, ഇനി വെറും 2 ദിവസം കൂടി ഉള്ളു ഗൈസ്. നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവട്ടെ ഗൈസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇടണം എന്ന്. ഫൈനലി 2 ദിവസം കൂടി ഗൈസ് നമ്മുടെ വെയിറ്റ് ഓവറാകാൻ പോണെയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഗൈസ്. ഇന്നത്തെ ചാപ്റ്ററിൽ കൂടുതലും ഈ മുസാമ ഫൈനലിൽ അപ്പിയർ ആവണവരെയും ഓരോ കാര്യങ്ങൾ കാണിച്ച് യോർക്കിനെ കാണിച്ചായിരുന്നു. പിന്നെ ആരെ കാണിച്ച് പിന്നെ 5 എൽഡേഴ്സിൻ്റെ കുറച്ച് ഇൻസിഡൻസ് കാണിച്ച് പിന്നെ അവിടുത്തെ നമ്മുടെ ആരായിരിക്കും ഗൈസ്. പിന്നെ എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഗൈസ് മരിയ ജോയ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രാഗൺ ആയിരിക്കും, ബ്ലാക്ക് ബേർഡ് ആയിരിക്കും, അത് ഇതേവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഗൈസ്, ഞാൻ പറയുന്നത് എൻ്റെ ഗസ് പറയുകയാണെങ്കിൽ ഡ്രാഗൺ ആവാനാണ് സാധ്യത. പലരും ബ്ലാക്ക് ബേർഡാന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ ഡ്രാഗണാണെന്നാണ് തോന്നണത്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാവാറില്ല. കാരണം ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞത് ഈ മുസാമയുടെ ലൂഫി ഫൈറ്റ് ഉണ്ടാവില്ലായിരിക്കും എന്നാണ്. പക്ഷേ ഇതിപ്പോൾ ഫൈറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഫേസും റിവീലായി എന്താ നടക്കാൻ പോണെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷെ ഞാൻ എങ്ങനെയെന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയില്ലാത്ത കേസ്. ഒരു ഫൈനൽ ബാറ്റിലുള്ള ആള് പിന്നെ നമ്മുടെ ഈ മുസാമ ഫസ്റ്റത്തെ റൂളറാന്നുള്ള, അതായത് ഫസ്റ്റത്തെ 20 കൺട്രീസിലത്തെ റൂളറാന്നുള്ള കാര്യം ഇതിൽ പറയണ്ടേ ഗൈസ്. പിന്നെന്താ പറയുക, ഒരു അടിപൊളി ചാപ്റ്റർ ആയിരുന്നു ഗൈസ്. ഈ മുസാം അതായത് ഒരു സ്ലോ പേസ് പോലെയായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫൈനലി സ്ലോ പേസ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഗൈസ്, ടോക്സ് ആയിരുന്നു, സംസാരങ്ങളായിരുന്നു. അതായത് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒരു ബാറ്റിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇതിൽ മുസാമ മഞ്ഞ് അങ്ങനെ കുറച്ച് ഡിസ്കഷൻസ് കാര്യങ്ങൾ സ്ലോ പേസ് എന്ന് ഉദ്ദേശിച്ചത് മോശമായിട്ടല്ല ഗൈസ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് ഫൈനലി ഫേസ് റിവീൽ ആ മോനെ വെറുതെ
ലാസ്റ്റ് ഒന്നും ആ പീക്ക് കൊണ്ട് നിർത്തിയേക്കണ ഇനി അടുത്ത ചാപ്റ്ററിൽ. കാരണം ഇത്ര വൺ പീസ് തുടങ്ങിയിട്ട് എത്ര 20 വർഷമായി കഴിച്ച്. ഇത്ര വർഷമായിട്ട് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്നതാണ് മെയിൻ വില്ലൻ്റെ ഫേസ്. ആ ഫേസ് ഫൈനൽ റിവീൽ ചെയ്ത ചാപ്റ്ററാണ്. ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്ററിൽ ലൂഫി, ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ലൂഫിയും ഫേസ് ചെയ്യണ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള അവർ ഫേസ് ചെയ്യൂന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയിട്ടാണ് ചാപ്റ്റർ പോണേന്ന്. പിന്നെ ചാപ്റ്ററിലെ ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓൾറെഡി ബാക്കി വന്നവരത്തേക്ക് അവർ അണ്ടർ കൺട്രോളാണ്. പിന്നെ ഇപ്പം ഈ വന്നിട്ട് എന്താ നടക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. പിന്നെന്താ പറയുക ഗൈസ്, പിന്നെ ഈ മുസാമയുടെ ആ മറ്റേ ഫ്രൂട്ടിൻ്റെ പവർ പറയണ്ടേ, ഞാൻ അതിൻ്റെ പേര് വിട്ടുപോയി. ഏതാണ് ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ എന്തോ അടിയിൽ കണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഇമു വന്നപ്പോൾ എന്താണ് നമ്മുടെ അവിടുത്തെ നമ്മുടെ ഈ അവിടുത്തെ വന്നതിൻ്റെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വീടുകളിലെ ഹട്ടുണ്ടല്ലോ ഗൈസ്, വീടിൻ്റെയും പിന്നെ അവിടുത്തെ മരങ്ങൾക്കൊക്കെ ഒരുമാതിരി ഒരു ഡെവിലിഷ് പോലെ, അതായത് എന്താ പറയുക, ഈ ഒരുമാതിരി ജീവൻ വെക്കുമ്പോൾ ഒരു വികൃത രൂപം ഓർന്നു ഗൈസ് വന്നേക്കുന്നത്. ഗൈസ് നിങ്ങൾ വായിച്ചായിരുന്നു? ഞാനിപ്പോൾ വായിച്ചോളൂ ഗൈസ്, വീഡിയോ ഒക്കെ തൊട്ടുമ്പോൾ വായിക്കാമെന്ന് ഓർത്തിട്ട്. വായിക്കാത്തതുകൊണ്ട് വായിച്ച് നോക്കട്ടെ ഗൈസ്, വെറുതെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെന്താ പറയുക ഗൈസ്, അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇത് ജസ്റ്റ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഇതാണ്, അതായത് ഞാൻ വായിച്ചിട്ട് പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞില്ല എന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ ഈ മൂടെ ഫേസ് റിവീലൊക്കെ കണ്ടിപ്പോൾ വെറുതെ കിളി പോയ അവസ്ഥയാണ്. സമ്മാതിരിയായിരുന്നു. അത് കിട്ടില്ല ഓർമ്മയുണ്ട് ഗൈസ്. ലുക്കാണെങ്കിലും ആ കണ്ട ഫേസ് ആണെങ്കിലും പിന്നെ ആ ലോങ് ഷൂട്ട് പോലത്തെ പറഞ്ഞതാണെങ്കിലും ആ ഒരു ഓറ ഉണ്ട്, വില്ലൻസിൻ്റെ ആ ഒരു ഓറ ഉണ്ട് ഗൈസ്. വെറുതെ കിഡിൽ ഓർന്നു ഈ മോഡൽ ലുക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജോയ് ബോയ്, നമ്മുടെ ലൂഫിയുടെ കാണണ്ട നമ്മുടെ ഇത് മുത്ത് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഫൈറ്റ് വന്നത് ലോക്കി ഉണ്ട്, സോറോ, സാൻജി, ലെറ്റ്സി ഗൈസ്, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തിയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞെന്നോലും അറിയാൻ നമ്മൾ ഗൈസ്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കണം. പറ്റുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിനെക്കുറിച്ച് തന്നെ വരാട്ടെ ഗൈസ്. കാരണം എന്തൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറ, എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരേണ്ട ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ ഗൈസ്. താങ്ക് യു, ബൈ.